മീനാക്ഷി, മീനാക്ഷി, എന്താ? നീ നീ എന്താ ഇവിടെ? ഇവിടെ അല്ലാതെ ഞാൻ എന്താ പെരുവഴി പോയി കിടക്കണോ? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ നിന്റെ ബെഡ്റൂമിൽ കിടക്കായിരുന്നോ? നിങ്ങളെന്താ വെള്ളരിക്ക പട്ടണത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങള് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെയല്ലേ കിടക്കുന്നത്? അതുപോലെ ഞാനും എന്റെ ഭർത്താവിന്റെ കൂടെ കിടന്നു. മര്യാദയോട് പറയുന്നോ? എന്തിനും ഏതിനും ഒരു പരിധി വേണം. ഞാൻ എന്ത് പരിധിയാ ലംഘിച്ചത്? ഇതിനകത്ത് കയറി എന്തും ചെയ്യാൻ നിനക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല. അങ്ങനെ ചെയ്യാന്ന് വെച്ചാല് അത് നിന്നെ കൊണ്ടേ പോവൂ. നിങ്ങളാരാ? സദാചാര പോലീസോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂം വരെ കയറി വരാൻ നിങ്ങൾക്ക് ആരാ ലൈസൻസ് തന്നത്? നീ ചെയ്തതിനെല്ലാം എന്റെയും കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നീ മാത്രം നന്നാവെന്ന് കരുതിയിട്ടല്ല, എന്റെ ആങ്ങളെയും ഞാനും ഒക്കെ രക്ഷപ്പെടുന്നു കരുതിയാ. എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ കാര്യം നേടാനാ. എന്റെ ആങ്ങളെ വൈശാഖിനെ തേക്കാനാണ് നിന്റെ അടുത്ത ഭാവമെങ്കില് നീ വിവരം അറിയൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട. എടി, മീനാക്ഷിയുടെ കണ്ണീര് കാണാൻ വേണ്ടിയാണ് നീ ഓരോന്നും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതായിരുന്നു നിന്റെ ഉദ്ദേശം. കാണുന്ന ആണുങ്ങളെല്ലാം ചതിച്ചേക്കാന്ന് നീ നേർച്ച തന്നിട്ടുണ്ടോടി? ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ എന്റെ ബെഡ്റൂമിന് മുന്നിൽ നിന്ന്? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ പ്രശ്നം? എന്താ മാലതി പ്രശ്നം? എനിക്കത് പറയാൻ നാണക്കേടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് നിൽക്കുന്നു. ഇവളോട് ചോദിക്ക്, ഇവള് പറയും. എന്താടി നേരം വെളുത്തപ്പോഴേ ഇവിടെ ഒരു വഴക്ക്, അതും കാർത്തിമോന്റെ മുറിവാതിൽക്കൽ. ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവിന്റെ ഒപ്പമാ കിടന്നത്. അതിനിവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭർത്താവിനൊപ്പോ? ആ, ഭർത്താവിന്റെ ഒപ്പം. നിങ്ങളാരും നിങ്ങളുടെ ഭർത്താവിന്റെ ഒപ്പം അല്ലേ കിടക്കുന്നത്? കാർത്തിക് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് കാർത്തിയോടൊപ്പമാ കടന്നത്. കാർത്തിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി എന്ത് സന്തോഷത്തിലായിരുന്നു നമ്മള്, അല്ലേ കാർത്തി? പഴയതുപോലെ. നന്നായിപ്പോയി. വൃത്തികേട് പറയുന്നോടി. ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്ക. കാർത്തി, ഇവള് പറയുന്നൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഈ നെറുകെട്ടവള് പറയുന്നതെല്ലാം പച്ചക്കള്ളോ. ഇവള് പച്ചക്കള്ളേ പറയൂ, അതിവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ കള്ളൊന്നും അല്ല പറയുന്നത്. എന്താ കാർത്തി ഇവരോടൊക്കെ ഇത് തുറന്നു പറഞ്ഞ? ഇവരെന്താ തൂക്കിക്കൊല്ലോ? നീ എന്നെ ഒരു കൊലപാതകയാക്കി മാറ്റരുത്. അവനവന്റെ ഭാര്യയോടൊപ്പം അന്തി ഉറങ്ങുന്നത് ഒരു തെറ്റാണോ? ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? മാലിന്യ കൂമ്പാരമായല്ലോ എന്റെ ഈ തറവാട്. ഇനിയും നീ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഇതിനകത്ത് സർവീസ് റിവോൾവർ ഇരിപ്പുണ്ട്. എടുത്ത് ഞാനങ്ങ് പൊട്ടിക്കും. സ്നേഹമുള്ള ഭർത്താവിനാൽ കൊല്ലപ്പെടുന്നത് ഭാര്യയ്ക്കൊരു പുണ്യവാ. ഞാൻ കാർത്തിന്ന് മന്ത്രിച്ചോണ്ട് മരിക്കും. അയ്യടാ, എന്റെ മകനെ കൊണ്ട് കൊല്ലിക്കാനും അങ്ങനെ അവനെ ജയിലിൽ കയറ്റാനും നീ ശ്രമിക്കണ്ട. നീ ആ വൈശാഖിന്റെ അടുത്തേക്ക് ചെല്ല്, അവൻ നിന്നെ കൊന്നുവരും. അവൻ ഇറച്ചിവെട്ട നന്നായിട്ട് അറിയാം. അല്ല, മീനാക്ഷി കൊച്ചവിടെ? പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. മോളെവിടെ? അവിടെ വാഷ്റൂമിലുണ്ടോ നോക്കി.
എന്താ എടുത്തി? മീനാക്ഷി ഇവിടെ ഇല്ല. അല്ലെങ്കിലും ബെഡ്റൂമിൽ മീനാക്ഷി എങ്ങനെ കാണും? ഇന്നലെ രാത്രി മുഴുവനും ദേ ഇവൾ ഇതിനകത്തുണ്ടായിരുന്നല്ലേ പറയുന്നേ. ഇന്നലെ രാത്രി ഞാനും കാർത്തിയും ഈ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് മീനാക്ഷിയെ കണ്ടില്ല. അപ്പോ മീനാക്ഷി എവിടെ ഉണ്ടെന്ന് ഇവക്കറിയാം. എവിടെയടി എന്റെ മോള്? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞോ? കാർത്തി, ഇവൾക്കറിയാം മീനാക്ഷി എവിടെയുണ്ടെന്ന്. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ഇവൾ തത്ത പറയും പോലെ പറയും. ഇവളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കാലോ. പറയടി, എന്റെ മീനാക്ഷി എവിടെ? എന്താ കാർത്തി ഇത്? എന്റെ മീനാക്ഷി എന്നൊന്നും പറയല്ലേ. എന്റെ മൈഥിലിന്ന് പറ. കാർത്തിയുടെ എല്ലാം ഞാനല്ലേ. അയ്യോടാ, അവരുടെ ഒരു മൂരി ശൃംഗാരം. എന്റെ മീനാക്ഷി എവിടെയെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. മീനാക്ഷിക്ക് സെക്യൂരിറ്റി നിക്കലല്ല എന്റെ പണി. എടീ, പറയടി, മീനാക്ഷി എവിടെ? അവളെ നീ എന്ത് ചെയ്തു? എന്താ കാർത്തിക് ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെ എന്നെ തല്ലുന്നു? ഈ കവളില് ഇന്നലെ രാത്രി എന്തോരം ഉമ്മകൾ എനിക്ക് തന്നതാ. അയ്യേ, ഇവൾ അപവാദം കൊണ്ട് അഭിഷേകം ചെയ്യുവാണല്ലോ. അടിയടാ കാർത്തി അവളെ. വാടി. എന്താ ഒരു ടൈമിംഗ്. ഷീ ഈസ് വെരി പങ്ക്ച്വൽ. സർ, എന്താ സാർ ഇത്? അങ്ങ് എന്റെ സുപ്പീരിയറാ, എന്നാലും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അങ്ങീ കാണിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുത്താ സാറിന് പണിയാ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണ്. സാർ അകത്തു പോവും. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ അഡ്വൈസ് എനിക്ക് വേണ്ട. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറിയതിന് നിങ്ങൾക്കൊരു പണിഷ്മെന്റ് വേണമെങ്കിൽ ഞാൻ തരാം. പറയൂ, എന്തിനാ ഒരു കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇങ്ങോട്ട് വന്നതിനുള്ള റീസൺ എന്ന്? റീസൺ ഉണ്ട് സാർ. ഈ നിൽക്കുന്ന മൈഥിലിയുടെ ഒരു കംപ്ലൈന്റ്. കംപ്ലൈന്റ്? എന്താ കംപ്ലൈന്റ്? കംപ്ലൈന്റ് പഴയത് തന്നെയാ. കുഞ്ഞിനെ തന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുള്ള കംപ്ലൈന്റ്. കോടതി ഒരു താൽക്കാലിക ഉത്തരവിന് അത് തീർപ്പാക്കിയിട്ടുള്ളതാണ്. അതിന് കുഞ്ഞിപ്പോഴും അവളോടൊപ്പം തന്നെയാണല്ലോ. കുഞ്ഞിവിടെയുണ്ട്. കുഞ്ഞ് എന്നോടൊപ്പം ആണോന്ന് ചോദിച്ചാ ആണെന്നും അല്ലെന്നും പറയാം.
അതല്ല വിഷയം. എനിക്കിവിടെ ഇനി അര നിമിഷം പോലും നിൽക്കാൻ സാധ്യമല്ല. എനിക്കിവിടെ ഒരു ഫ്രീഡവും ഇല്ല. എന്നെ വെറും ഒരു നായായിട്ടാ ഇവിടെ എല്ലാവരും കാണുന്നത്. നായെ വെറുതെ നാണം കെടുത്തല്ലേ, അത് നന്ദിയുള്ളൊരു വീട്ടുമൃഗം. കേട്ടോ, ഇതുപോലെ ഏത് നേരവും ഹറാസ്മെന്റാ, ഇൻസൾട്ടിങ്ങാ. എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നേക്ക്, ഞാൻ അതുമായിട്ട് എന്റെ വഴിക്ക് പൊയ്ക്കോളാം. മര്യാദയ്ക്ക് ചോദിച്ചാ ഇവര് കുഞ്ഞിനെ വിട്ടുതരില്ല. അതാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് തന്നത്. അവരുടെ ആവശ്യം ന്യായമല്ലേ സാർ? അതിന്മേൽ ഒരു കോർട്ട് ഓർഡർ കൂടി ഉണ്ട് സാർ. കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുത്തേക്ക് സാർ. അന്ന് അമ്പലത്തിൽ വച്ച് പറഞ്ഞ് ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തിയതാ. വൈകമോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദൗർബല്യമാണെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ മൈഥിലി? കുട്ടിയെ കൊണ്ടുപോകരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. പ്രശ്നം പറഞ്ഞു തീർക്കാന്ന്, പരിഹരിക്കാന്ന്. കണ്ടില്ലേ, ദേ ദേ ഇങ്ങനെയാ അവര് പ്രശ്നം പരിഹരിക്കുന്നത്. എന്നെ തല്ലി. നിങ്ങളൊക്കെ ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവരാണോ? ഓ, എന്തൊരു ക്രൂരത ഇത്! ഞാൻ ഇവളെ തല്ലാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് പറയാൻ എന്റെ കൾച്ചർ എന്നെ അനുവദിക്കുന്നില്ല. കുഞ്ഞിനെ ഇവിടെ നിർത്തുന്നതിന് നിങ്ങളെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു. മൈഥിലി, നീ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോ വേണ്ട, എല്ലാത്തിനും ഞാനാകുമല്ലോ കുറ്റക്കാരി. ഇനി ഇതൊന്നും സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങളുടെ ചവിട്ടും തൊഴിയും പരിഹാസവും എല്ലാം ഞാൻ വേണ്ടുവോളം അനുഭവിച്ചു. ഇനിയും ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എന്നെ കിട്ടില്ല. മൈഥിലി, വേണ്ട, ഇനി ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ അപേക്ഷയൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നല്ല, കോടതി ഉത്തരവോടെയാ കൊണ്ടുപോകുന്നേ. മാഡം, ഞാൻ എന്റെ ബാഗുകളും കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ. വേഗം എടുക്ക. മോനെ, മൈഥിലി, കുഞ്ഞിനൊന്ന് താ മൈഥിലി, ഞാൻ അതിനൊരു ഉമ്മ കൊടുത്തോട്ടെ. സാധ്യമല്ല. പേറ്റുനോവ് എന്തെന്നറിയാത്ത നിങ്ങൾക്കല്ലേ കുഞ്ഞുങ്ങളോട് വാത്സല്യം. മറ്റുള്ളവരോട് ഒരു കാരുണ്യവും കാണിക്കാത്ത നിങ്ങളും നിങ്ങളുടെ ഈ തറവാടും നശിച്ചു പോട്ടെ. ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകരുത്. ഇത് നിങ്ങളുടെ ആരുടെയും കുഞ്ഞല്ല, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാ. ഇതിന്റെ അച്ഛൻ ഇവിടെയുണ്ട്. അയാൾക്ക് എന്നെ വേണ്ട. എന്നെ വേണ്ടാത്ത അയാൾക്കും കുടുംബത്തിനും ഞാൻ എന്തിനീ കുഞ്ഞിനെ തരണം? മൈഥിലി, ഞങ്ങളുടെ ഹൃദയം നീ പറിച്ചോണ്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ ഹൃദയം. ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യമാണ് ആ ഉടവാളെന്ന് പണ്ട് മുതലേ എല്ലാവരും പറയുന്നത്. അത് ഞാൻ എടുത്തു മാറ്റിയതുകൊണ്ടാണോ എന്റെ മകനും ഈ കുടുംബത്തിനും ഈ നാശമൊക്കെ വരുന്നത്? ഭഗവാനെ, ചതിച്ചോ? മൈഥിലി,
ഞാൻ നിന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് ചോദിക്കുക. എന്റെ മോന്റെ കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്ക്. ഹ്, ഒരച്ചമ്മ വന്നേക്കുന്നു. കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അച്ചമ്മ. നിങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞേക്കുന്നത്. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് ഈ ഉടവാൾ ഇവിടുന്ന് പുറത്തെത്തിക്കാൻ ഞാൻ കളിച്ച നാടകം ഇതുവരെ സക്സസ്സാ. ഇവിടെ കിടന്ന് കൂടുതലും എഴുകാതെ ഇതുമായി വേഗം സ്ഥലം വിടാം. അല്ല, ഇതുവരെ മീനാക്ഷി കൊച്ചിനെ കണ്ടില്ലല്ലോ. ഒരു പരിധിവരെ അവളില്ലാത്തത് തന്നെയാ നല്ലത്. എന്നാലും നീ ചെന്നൊന്ന് നോക്കൂ മാലതി. ഏതെങ്കിലും മുറി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ശരി അച്ഛാ. ഓ, മൈഥിലി, മൈഥിലി, അല്ല, ഇതെന്താ ഇവിടെ? പോലീസുകാർക്ക് എപ്പോഴും ഡ്യൂട്ടി ചെമ്പകമംഗലത്തെ മുറ്റത്താണോ? എനിക്ക് ശമ്പളം തരുന്നതേ ചെമ്പകമംഗലംകാരല്ല, സർക്കാരാ. അത് സർക്കാർ. പക്ഷെ കിമ്പളം വരുന്നത് ഏത് വഴിയാണെന്ന് എനിക്കറിയാം. സ്റ്റോപ്പ് ഇറ്റ്, മൈൻഡ് യുവർ വേർഡ്സ്. ഇംഗ്ലീഷാ? ഇംഗ്ലീഷ് പറഞ്ഞ പേടിപ്പിക്കല്ലേ. എന്താ സൗത്രേച്ചി, എന്താ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നോ? ഇവിടെ ഒരു പുതിയ പ്രശ്നമാ. ഇവർക്ക് നിന്ന് പറ്റി. ഇവനൊരു കടുവയാ. കാലക്കേടിന് ഈ ബാഗിലെങ്ങാനും ഇവന്റെ നോട്ടം വീണ പിന്നെ നേരെ ജയിലിലേക്ക് പോയാ മതി. ഇവിടെ ആർക്കും നാവില്ലേ? എന്താ പ്രശ്നമെന്ന്? കോടതി വിധി അനുസരിച്ച് അവള് കുഞ്ഞിനെ കൊണ്ടുപോവാ കുഞ്ഞമ്മാവ. അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചുപോയി. ഇവിടെ അതിന്റെ വലിയ കലാപം നടന്നു കരുതി. അവൾ അങ്ങ് കൊണ്ടുപോട്ടടാ കുഞ്ഞിനെ. എവിടം വരെ കൊണ്ടുപോകും നമുക്കൊന്നും അറിയാമല്ലോ. കോടതി വേറെയും ഇല്ലടാ, മേൽക്കോടതി. പോലീസ് ഇവക്കും പോലീസ് എസ്കോട്ടോ? ഇവളാര്? ഹോം മിനിസ്റ്ററോ? എടീ, നീ കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോ. ഇത് ചെമ്പകമംഗലത്ത് ഞങ്ങളുടെ കാർത്തികന്റെ കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞു വളരുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അതിനുവേണ്ടി അങ്ങ് സുപ്രീം കോടതി വരെ ഞങ്ങൾ പോകും. നീ കരുതിയിരുന്നോ? അയ്യോ, നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇത് ജീവിതപാടാ. ഇവിടെ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവും. വിഷമിക്കാതടാ, അത് നിന്റെ കുഞ്ഞാ. അതിനെ വളർത്താനുള്ള പ്രാപ്തിയോ മാതൃസ്നേഹമോ ഒന്നും ആ കൊണ്ടുപോയൊക്കില്ല. നിന്റെ മോളെ നീ തന്നെ വളർത്തും. ഇത് നിന്റെ കുഞ്ഞമ്മാവൻ പറയുന്ന ഉറപ്പുള്ള വാക്കാ, വിശ്വസിക്കാം.
അയ്യോ കമ്പനി എന്നാണല്ലോ. ആ ഹലോ, എന്താടാ? ഏ ശരി, ഞാനിപ്പോ വരാം. മീനാക്ഷി, മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി, മീനാക്ഷി. ദൈവമേ, മൈഥിലി വാളുവട്ട് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ ഇവിടെ എല്ലാരും അറിയുമല്ലോ. എന്നെ സംശയിക്കോ? അയ്യോ മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി, മീനാക്ഷി, നന്ദിനടുത്തേ. മീനാക്ഷി, ഒന്നിങ്ങി വന്നേ. മീനാക്ഷി, അയ്യോ മീനാക്ഷി, അച്ഛനോട് മീനാക്ഷി തിരക്കാൻ പറഞ്ഞു. എല്ലായിടത്തും നോക്കിയ കൂട്ടത്തില് ഞാൻ ഇവിടെ ഒന്ന് നോക്കി. അപ്പതേ മീനാക്ഷി ബോധം കെട്ട് കിടക്കുന്നു. മോളെ മീനാക്ഷി, എണീക്ക് മോളെ. മീനാക്ഷി, മീനാക്ഷി, എഴുന്നേക്ക് മീനാക്ഷി.